ആരോഗ്യവകുപ്പിന്റെയും ആയുഷ് വകുപ്പിന്റെയും സേവന ലഭ്യതയെക്കുറിച്ചുള്ള പൊതുജന അവബോധവും ഗുണനിലവാര മെച്ചപ്പെടുത്തലുകളും ആരോഗ്യവകുപ്പ് നേടിയെടുത്ത സിസ്റ്റം പരിവർത്തനത്തിന്റെ സ്വീകാര്യതയ്ക്കായിട്ട് പൊതുജന സമ്പർക്കം, ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഹെൽത്തി കേരളയുടെ ഭാഗമായി നടന്ന ആരോഗ്യ കാമ്പയിനിന്റെയും എക്സ്പോയുടെയും ജില്ലാതലത്തിലുള്ള പരിപാടി മലപ്പുറത്തുവെച്ച് വളരെ വിപുലമായ രീതിയിൽ നടക്കുകയുണ്ടായി. 2026 ഫെബ്രുവരി 10 നാഷണൽ ആയുഷ് മിഷനും ആയുഷ് വകുപ്പും സംയുക്തമായി നടത്തിയ പരിപാടികളിൽ ആയുർവേദം, ഹോമിയോ, യുനാനി മുതലായ വിഭാഗങ്ങൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. രാവിലെ മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്തുവെച്ച് നടന്ന യോഗ കാമ്പയിൻ വളരെ ആകർഷകവും വിജ്ഞാനപ്രദവുമായിരുന്നു. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം ശീലിക്കാവുന്ന യോഗാസനങ്ങളും നാട്യയോഗ രീതിയിലുള്ള യോഗ ഡാൻസും സംഘടിപ്പിച്ചു. പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രസ്തുത പരിപാടി ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ മെസ്സേജ് ഇത്തരം പരിപാടികളിലൂടെ ഒരുപാട് പേരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ ജനങ്ങളുടെ ആരോഗ്യത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും. ചികിത്സിക്കാതെ തന്നെ, മരുന്നുകളില്ലാതെ തന്നെ രോഗങ്ങൾ മാറ്റുന്ന അല്ലെങ്കിൽ രോഗം വരാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ സാധിക്കും. മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമി മുരളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷം വഹിച്ചു. ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷനു കീഴിലെ യോഗ ഇൻസ്ട്രക്ടർമാരുടെയും താനൂർ ക്ലിനിക്കൽ യോഗ ടീമിന്റെയും നേതൃത്വത്തിൽ യോഗ ഡാൻസും കോട്ടക്കൽ നാം വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീദ വി അവതരിപ്പിച്ച യോഗ ഡെമോൺസ്ട്രേഷനും വളരെ വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ അനുഭവം തന്നെയായിരുന്നു. ഹെൽത്തി കേരള ഹെൽത്ത് കാമ്പയിൻ ആൻഡ് എക്സ്പോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സജ്ജീകരിച്ച വേദിയിൽ നടന്നു. മലപ്പുറം നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് വി റിനീഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഒരു അസുഖം വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ ചെയ്യുന്നത്. ആരോഗ്യ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനവും ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും പ്രോത്സാഹിപ്പിക്കുകയുമെല്ലാമാണ് കാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഡോക്ടർ സിമി മുരളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷം വഹിച്ചു. മഞ്ചേരി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബ്ഷിറ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യവകുപ്പ് പ്രതിനിധി ഡോക്ടർ നസീല ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ശ്രീ അഷ്റഫ് നന്ദി പറഞ്ഞു. കാമ്പയിനിനോടനുബന്ധിച്ചു നടന്ന പ്രദർശനത്തിൽ ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രദർശനം വളരെ ശ്രദ്ധയാകർഷിച്ചു. ആരോഗ്യകരമായ ഭക്ഷണരീതി അറിയാനും പാചകരീതി മനസ്സിലാക്കാനും ജനങ്ങൾക്ക് സാധിച്ചു. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ ജീവനക്കാരുൾപ്പെടെ ധാരാളം ജനങ്ങൾ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് നടന്ന ഹെൽത്ത് ചെക്കപ്പിലും ഹെൽത്ത് കാർഡ് വിതരണത്തിലും അനേകം ജനങ്ങൾ ഉപഭോക്താക്കളായി. യുനാനി സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രതിരോധ മരുന്ന് വിതരണവും ഹെൽത്ത് ഡ്രിങ്ക് വിതരണവും നടന്നു. ഹോമിയോ സിസ്റ്റത്തിന്റെ ഭാഗമായി രോഗപ്രതിരോധവും ബോധവൽക്കരണവും സൂചിപ്പിക്കുന്ന ബാനർ പ്രദർശനവും സംഘടിപ്പിച്ചു. തുടർന്നു നടന്ന പ്രചാരണ റാലി ജീവനക്കാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ആരോഗ്യമുള്ള നല്ല നാളുകൾക്കായി കേരള സർക്കാർ ക്യാമ്പയിൻ ആൻഡ് എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ബഹുജന ആരോഗ്യ റാലിയാണ്. ഹെൽത്തി കേരളയുടെ ജില്ലാടിസ്ഥാനത്തിലുള്ള പരിപാടികൾ ഗംഭീര വിജയമാക്കാൻ നമുക്ക് സാധിച്ചു. പത്രങ്ങളിലും TV ചാനലുകളിലും നല്ല കവറേജ് ലഭിക്കുകയുണ്ടായി. രോഗപ്രതിരോധത്തിനാണ് ഊന്നൽ നൽകേണ്ടതെന്ന സന്ദേശവുമായി ആയുഷും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി മലപ്പുറത്ത് യോഗ പ്രദർശനമൊരുക്കി. രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക, നല്ല ഭക്ഷണവും വ്യായാമവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പിൽ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി കേരള. ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായിട്ടാണ് പരിപാടി നടത്തിയത്. രോഗപ്രതിരോധത്തിന്റെ സന്ദേശം നൽകി ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി നടത്തുന്ന ഹെൽത്തി കേരള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. ഹെൽത്തി കേരളയുടെ ഭാഗമായിട്ട് തന്നെയാണ് 16 നിയോജക മണ്ഡലങ്ങളിലും ഇതേ കാര്യങ്ങൾ നടക്കും. ഹെൽത്തി കേരളയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.